ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണെന്നറിയാമോ? ഈ എ.ഒ. ഹ്യൂമാണ്. ആരാണ്? എ.ഒ. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായതെന്നാണ് 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? W.C. ബാനർജി ആയിരുന്നു. W.C. ബാനർജി ആയിരുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത ആരാണെന്നറിയാമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത എന്ന് പറഞ്ഞാൽ ആനി ബസന്റ് ആണ്. ആരാണ്? ആനി ബസന്റ് ആണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശ വനിത ആരാണ്? അതുപോലെ തന്നെയാണ് ആനി ബസന്റ് തന്നെയാണ്. ആനി ബസന്റ് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡുവാണ്. സരോജിനി നായിഡുവാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യത്തിന് മുമ്പ് സേവനമനുഷ്ഠിച്ച വ്യക്തി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തി എന്ന് ചോദിച്ചാൽ ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ചതാണെന്ന് ചോദിച്ചാൽ ആരാണ്? സോണിയാഗാന്ധിയാണ്. സോണിയാഗാന്ധിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖപത്രം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പത്രമുണ്ട്. ഏതാണെന്നറിയാമോ? നാഷണൽ ഹെറാൾഡ്. എന്താണ്? നാഷണൽ ഹെറാൾഡ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? 24 അക്ബർ റോഡ്, ന്യൂഡൽഹി. എവിടെയാണ്? 24 അക്ബർ ന്യൂഡൽഹിയിലുള്ള 24 അക്ബർ റോഡിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1901 കൊൽക്കത്ത സമ്മേളനമായിരുന്നു. ഓർത്ത് വെച്ചോണം, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ ഗാന്ധിജി ജവഹർലാൽ നെഹ്റുവിനെ കണ്ടുമുട്ടുന്ന ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1916 ലഖ്നൗ സമ്മേളനമായിരുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഗാന്ധിജി അധ്യക്ഷനായിട്ടിരുന്ന കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1924 ബെൽഗാം സമ്മേളനമായിരുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും മാറുന്നതായിട്ട് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1934 ബോംബെ സമ്മേളനമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നുവെന്ന് പറഞ്ഞത് ആരാണ്? ഡഫറിൻ പ്രഭുവാണ്. ഡഫറിൻ പ്രഭുവാണ്.